അവരുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്കറിയാം ഇന്നയാളാ ജേക്കപ്പ അല്ലെങ്കിൽ ജോസ അല്ലെങ്കിൽ ഔസേപ്പേട്ടന എന്ന് മനസ്സിലാകുന്നത് അവരുടെ സ്വരം നോക്കിയാ. ഞാൻ അങ്ങനെയാ മനസ്സിലാക്കുന്നത്. കാരണം 100% ഇരുട്ടിന്റെ മധ്യത്തിലാണ് ഞാനുള്ളത്. ഒന്നും എനിക്ക് കാണത്തില്ല. ഈ ലോകത്തിന്റെ പ്രകാശം ദർശിക്കാൻ നിങ്ങൾക്ക് കഴിയും. എത്ര സുന്ദരമാണ് ഈ പ്രപഞ്ചം. പക്ഷേ 10 വർഷമായിട്ട് കാഴ്ച അപ്പാടെ നഷ്ടപ്പെട്ട് ഇരുട്ടല്ലാതെ മറ്റൊന്നും എന്റെ മുമ്പിലില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൈവെള്ളയിൽ പതിക്കപ്പെട്ട കൈരോഗ പോലെ മറ്റൊരു വ്യക്തിയെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. നമ്മുടെ കണ്ണ് പോലെ വേറൊരു വ്യക്തിയില്ല. നമ്മുടെ കണ്ണ് വേറിട്ടതാണ്. അപ്രകാരം നമ്മുടെ സ്വരവും വ്യത്യസ്തമാണ്. എന്റെ കൂടെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ഇന്നയാളാണെന്ന് എനിക്ക് മനസ്സിലാകും. കാരണം അത്രയേറെ സ്വര വ്യത്യാസം ഓരോ മനുഷ്യന്റെ തൊണ്ടയില് അവരുടെ സ്വരത്തിൽ വ്യത്യസ്തതയുണ്ട്. ഈ ചെറിയ തൊണ്ടയിലാണ് ഇത്രയേറെ ശ്രുതി വ്യത്യാസം ദൈവം വെച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ കാര്യത്തിലും ദൈവം മനുഷ്യനെ വളരെ ശ്രേഷ്ഠതയോടെ സൃഷ്ടിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുപോലെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാളുടെ വാസന നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഒരാളുടെ അടുത്ത് ചേർന്നിരുന്നാൽ ആളുടെ മണം വാസന നമുക്ക് മനസ്സിലാകുമോ? എന്നാൽ ഓരോ മനുഷ്യർക്കും ഓരോ പ്രത്യേക വാസനയുണ്ട്. അതറിയണമെങ്കിൽ ഈ അത്തോളി പ്രദേശത്ത് വലിയൊരു കളവോ കുറ്റവൃത്തിയോ നടന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു പോലീസ് നായ വരുമ്പോൾ ആ പോലീസ് നായ ഈ കുറ്റകൃത്യം ചെയ്ത വ്യക്തിയുടെ വഴിയെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ മനുഷ്യനും പ്രത്യേകമായ ഒരു വാസന ഉണ്ടായിരുന്നു. അത്ര കൃത്യതയോടും വ്യക്തതയോടും കൂടി ദൈവം തന്റെ സ്നേഹത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അവനെ ദൈവം ബലമതിക്കുന്നു. അവനെ കുറിച്ചാണ് പറഞ്ഞത്, നീ എനിക്ക് അമൂല്യനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്. അത്രയേറെ ശ്രേഷ്ഠതയോടെ സൃഷ്ടിച്ചതാണ് നമ്മൾ ഓരോ മനുഷ്യനും. അത്രയേറെ അമൂല്യമായി കരുതുകയാണ് നമ്മൾ ഓരോരുത്തരെയും ദൈവം. ആ ദൈവത്തെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ആ ദൈവത്തിന് മുഖനോട്ടമില്ല. ആ ദൈവം മതം സ്ഥാപിച്ചിട്ടില്ല. ആ ദൈവം മനുഷ്യനായി പിറന്ന എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ദൈവമാണ് കർത്താവായ യേശു. ആ യേശുവിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുപോലെ ഓരോ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ കൈരേഖ വ്യത്യസ്തമാണ്.